നമ്മൾ ഞെട്ടലോടെ കേൾക്കുന്നൊരു വാർത്തയാണല്ലേ അമേരിക്ക ഇറാൻ യുദ്ധം എന്ന് പറയുന്നത് അല്ലേ. ഇത് അമേരിക്ക ഇറാൻ യുദ്ധമല്ല, വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് മാറാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. അമേരിക്ക ഇറാൻ തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നത് ഇപ്പോഴാണ്, അല്ലല്ല, ഒരുപാട് നാൾ മുമ്പ് തന്നെ. അതായത് 1979 ഇറാൻ മുസ്ലിമിൻ്റെ വിപ്ലവം, അവിടെ ആ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ 1979 തമ്മിൽ ഇവർ വലിയ വൈരാഗികളായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ശേഷം അവർ 2015 മറ്റേ ആണവ കരാർ ഒപ്പിടുന്നുണ്ട്. അതായത് ബറാഖ് ഒബാമയുടെ കാലത്ത് അത് 2015 അവർ ഒപ്പിടുന്നുണ്ട്. പക്ഷേ 2018 ആകുമ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് അതായത് ആ കരാർ റദ്ദാക്കുകയും അമേരിക്ക അതിനകത്ത് പിൻവലിയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർക്ക് മേളിൽ ഒരുപാട് ഉപരോധങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഈ അമേരിക്ക എന്ന് പറയുന്നത് വലിയേട്ടൻ നയം മുന്നോട്ട് വയ്ക്കുന്ന രാജ്യമാണ്, ലോകത്തിൽ വലിയേട്ടൻ നയം. അതായത് ഞാനാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തൊരു പെട്രോൾ എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് ഇറാനാണ് ലോകത്തിൽ മുൻപന്തി നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. ഇത് പെട്രോൾ ഉൽപ്പന്നങ്ങൾ തന്നെ, പ്രകൃതിവാതകവും പെട്രോൾ ഉൽപ്പന്നങ്ങളും ഒക്കെ ഉള്ള മുന്നിൽ നിൽക്കുന്ന ഒരു 5 രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇറാൻ മസ്റ്റായിട്ടുമുണ്ട്. പിന്നീട് എന്താ പറയുന്നത്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള ആധിപത്യം, അമേരിക്കയാണ് ഭൂരിഭാഗം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഭരിക്കുന്നതെന്ന് തന്നെ പറയാം. സൗദി അറേബ്യ, ഇസ്രായേലിനെയൊക്കെ ഇതൊക്കെ ഭരിക്കുന്നതിന് മെയിൻ കാരണങ്ങളുള്ള ഒരു വലിയേട്ടൻ ഈ അമേരിക്ക തന്നെയാണ്. അതായത് അതുമാത്രമല്ല, ഈ എന്താ പറയുക, ഹമാസ് പോലെ ഹൂതി കണക്കത്തെ ഒരു തീവ്രവാദ സംഘടനകളെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇത് എന്തായി തീരുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം.